കറുപ്പിന്റെ പേരിൽ മാറ്റി നിർത്തി എയർ ഹോസ്റ്റസായി ഇപ്പോൾ ഏറ്റവും പ്രതിഫലം പറ്റുന്ന നായികമാരിൽ ഒരാൾ. കൂടെ അഭിനയിക്കുന്ന നായകന്മാരെക്കാൾ പ്രതിഫലം പറ്റുന്ന നായികയാണ് ഇപ്പോൾ. വിദ്യാ ബാലൻ, സ്മിത പാട്ടിൽ, ബിപാഷ ബസു തുടങ്ങി സിനിമാ മേഖലയിൽ വിവേചനം നേരിടേണ്ടി വന്ന നായികമാർ ഏറെ. ഇത്തരത്തിൽ നിറത്തിന്റെ പേരിൽ കളിയാക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത നായിക ഇപ്പോൾ നാഷണൽ ക്രഷാണ്. ഒട്ടേറെ ആരാധകരുടെ ഡ്രീം ഗേളുമാണ്. ഈ നടിയുടെ അഴകിന് മാത്രമല്ല, അവരുടെ പ്രതിഭയ്ക്കും ഒട്ടേറെ ആരാധകരുണ്ട്. മാത്രമല്ല, പഞ്ചാബി സിനിമാ ഇൻഡസ്ട്രിക്ക് ആദ്യമായി 100 കോടി രൂപയുടെ സിനിമ നൽകിയ നടി കൂടിയാണ് അവർ. അത് മറ്റാരുമല്ല, നടി സോനം ബച്വയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സിനിമാ മോഹവുമായി സോനം ബച്വ മുംബൈയിലെത്തിയത്. ഫെമിന മിസ് ഇന്ത്യ സൗന്ദര്യ മത്സരാർത്ഥിയായി. പിന്നീട് എയർ ഹോസ്റ്റസായി ജോലിയിൽ പ്രവേശിച്ചു. ഏറെ വൈകാതെ ജോലി രാജിവെച്ച് തന്റെ ചിരകാല അഭിലാഷമായ അഭിനയ രംഗത്ത് ചുവടുവെച്ചു. 2013 ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന സിനിമയിലൂടെയായിരുന്നു വെള്ളിത്തിരയിലെ അരങ്ങേറ്റം. പിന്നാലെ ദിൽജിത്ത് ദൊസാഞ്ചിനൊപ്പം മറ്റൊരു സിനിമ ചെയ്തു. ഏറെ താമസിയാതെ കോളിവുഡിൽ നിന്നും വിളിയെത്തി. ചിമ്പുവിനൊപ്പം കപ്പൽ സിനിമയിൽ അഭിനയിച്ചു. സിനിമയിൽ മാത്രമല്ല, കുടുംബത്തിനുള്ളിൽ പോലും നിറത്തിന്റെ പേരിൽ വിവേചനം നേരിട്ടിട്ടുണ്ടെന്ന് അഭിമുഖത്തിൽ താരം വ്യക്തമാക്കി. സിദ്ധാർത്ഥ് കണ്ണനുമായുള്ള സംഭാഷണത്തിലാണ് നടിയുടെ തുറന്നു പറച്ചിൽ. സിനിമയിൽ മാറ്റി നിർത്തപ്പെട്ടെന്ന് മാത്രമല്ല, ബന്ധുക്കൾ പോലും വീട്ടിലേക്ക് ക്ഷണിക്കാതെ പലപ്പോഴും അവഗണിച്ച കാര്യവും സോനം ബച്വ ചൂണ്ടിക്കാട്ടി. പഞ്ചാബി ആയിരുന്നിട്ടും നല്ല വെളുപ്പില്ലാത്തതിനാൽ കുഞ്ഞുനാൾ മുതൽ കളിയാക്കലുകൾ അനുഭവിക്കേണ്ടി വന്നു. ബന്ധുക്കളിൽ ചിലർ വീട്ടിലേക്ക് പോലും ക്ഷണിച്ചിരുന്നില്ല. ആ കാലത്തൊന്നും പല ബന്ധുക്കളുടെയും വീടുകൾ ഞാൻ കണ്ടിട്ടില്ല, സോനം ബച്വ പറഞ്ഞു. എന്നാൽ ഇന്ന് സീനാകെ മാറി. ആരാധകരുടെ ഹൃദയം കീഴടക്കിയ നായികയാണ് അവരിപ്പോൾ. 13.6 ദശലക്ഷം ഫോളോവേഴ്സാണ് താരത്തിനുള്ളത്. നാഷണൽ ക്രഷ് എന്ന വിശേഷണവും ആരാധകർ നൽകുന്നു. പഞ്ചാബിയിലെ ആദ്യ 100 കോടി കളക്ഷൻ ലഭിച്ച സിനിമ ജാട്ട 3യിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും സോനം ബച്വയാണ്. കൂടെ അഭിനയിക്കുന്ന നായകന്മാരെക്കാൾ പ്രതിഫലം പറ്റുന്ന നായികയാണിപ്പോൾ. ഓരോ സിനിമയ്ക്കും 3 കോടി രൂപയാണ് സോനം ബച്വ പ്രതിഫലമായി പറ്റുന്നത്. 40 കോടിയുടെ ആസ്തിയാണ് താരത്തിന് ഇപ്പോൾ ഉള്ളതെന്നാണ് റിപ്പോർട്ട്. സിമർജിത് സിംഗ് സംവിധാനം ചെയ്യുന്ന നിക്ക സാലിദാർ 4 ആണ് അടുത്തതായി പുറത്തിറങ്ങുന്ന താരത്തിന്റെ ചിത്രം.